നമസ്കാരം, ഞാൻ പ്രകീഷ്. നമ്മളൊരു കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാമാരിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ലോക്ക്ഡൗൺ പോലെയുള്ള കാര്യങ്ങൾ ശീലമാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെയും തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് എന്നൊരു മഹാമാരി ലോകത്തെ എല്ലായിടത്തും ഉണ്ടാക്കിയ ഒരു സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ സ്വാധീനത്തിന്റെ ഇടയിൽ പെട്ടുപോയ ഒരു അവസ്ഥയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗവും. ആ വിദ്യാഭ്യാസ രംഗത്തെ ഇപ്പൊ നമ്മുടെ സാധാരണഗതിയിൽ ഈ ജൂൺ മാസങ്ങളിൽ നമ്മുടെ സംസ്ഥാനങ്ങളിൽ സാധാരണഗതിയിൽ ഒരു അക്കാഡമിക് ഇയർ ആരംഭിക്കുന്നതാണ്. ആ അക്കാഡമിക് ഇയറിലൂടെ തന്നെ നമ്മൾ പഠന കാര്യങ്ങളും പഠനേതര കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. പക്ഷേ ഈ കോവിഡ് എന്ന് പറഞ്ഞ ഒരു മഹാമാരി നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഒരു ഭീഷണിയായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നേരിട്ടുള്ളൊരു പഠനം എത്തിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സമയത്താണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് പോലെയുള്ള സമാന്തര വിദ്യാഭ്യാസ ശ്രമങ്ങൾക്ക് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാരും മറ്റു സ്ഥാപനങ്ങളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഇത്തരം ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ചൂടുമാറ്റി തുടങ്ങുകയാണ്. ഇതൊരിക്കലും നേരിട്ടുള്ള ഒരു ക്ലാസ്സിന് പകരമാകുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ കഴിയില്ല. എങ്കിൽ തന്നെയും ഇത്തരം ക്ലാസ്സുകളും നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം ക്ലാസ്സുകളും നമുക്ക് ആവശ്യമാണെന്നുള്ളൊരു ധാരണ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളും ഇത്തരത്തിലൊരു സംരംഭവുമായി മുന്നോട്ട് വരുന്നത്. പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായുള്ള അക്കൗണ്ടിങ് ക്ലാസ്സുകളാണ് ഞാനിവിടെ കൈകാര്യം ചെയ്യുന്നത്. പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ +1 കാലഘട്ടത്തിൽ പരിചയപ്പെട്ട പുതിയൊരു സുഹൃത്താണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, കാരണം 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള മറ്റ് സബ്ജക്റ്റുകൾ പോലെയല്ല അക്കൗണ്ടൻസി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം നിങ്ങൾ അതുവരെ പരിചയപ്പെട്ടിട്ടില്ല അക്കൗണ്ടൻസി സബ്ജക്റ്റ്. മറ്റു സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ 10ാം ക്ലാസ് വരെ പല ഘട്ടങ്ങളിലായി നിങ്ങൾ പഠിച്ചു വന്നതാണ്. പക്ഷെ ഒരിക്കലും അക്കൗണ്ടൻസി എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് +1 ഒരു പുതിയ അനുഭവമായിരുന്നു. ആ അനുഭവത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരിക്കാം. അക്കൗണ്ടൻസി എങ്ങനെ പഠിക്കണം, അക്കൗണ്ടൻസി ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ഒരു വർഷം നിങ്ങൾ വളരെ ഭംഗിയായി അക്കൗണ്ടൻസി പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി അതിന്റെ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. അപ്പൊ അത്തരം കാലഘട്ടത്തിൽ ഇനി +2 കടക്കുമ്പോൾ എങ്ങനെയാണ് അക്കൗണ്ടൻസി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ പഠിച്ച പോലെ തന്നെ +1 നിങ്ങൾ അക്കൗണ്ടൻസി പഠിച്ചപ്പോൾ അക്കൗണ്ടൻസി ഏതിനെ കുറിച്ചായിരുന്നു എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നത്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിസിനസ് ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ പേഴ്സൺ, ഒരൊറ്റ വ്യക്തി നടത്തുന്ന ബിസിനസ്. അപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ സാധാരണ കാണുന്ന ഒരു ബിസിനസ്. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, കണക്കുകളും കാര്യങ്ങളുമാണ് നിങ്ങൾ +1 അക്കൗണ്ടൻസി പഠിച്ചത്. +2 അക്കൗണ്ടൻസിയിലേക്ക് വരുമ്പോൾ അതിന് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നു. അപ്പൊ +2 അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്നുള്ള അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. ആ ചാപ്റ്ററിന്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അഥവാ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. നിങ്ങൾ +1 കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് സെലക്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പഠിച്ചത് ബിസിനസിനെ കുറിച്ചിട്ടാണ്, അല്ലെ? അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിനെ കുറിച്ച്. അതിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഏതൊരു ബിസിനസിന്റെയും ആത്യന്തികമായ ലക്ഷ്യം അഥവാ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ടു മേക്ക് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കും, ലാഭമില്ലാത്ത ബിസിനസ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ലാഭം കൂടാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളോ, അത്തരം സ്ഥാപനങ്ങളും നമുക്കിടയിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഏതൊക്കെയാണ് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ലബ്ബുകൾ, അതുപോലെ റിലീജിയസ് ഓർഗനൈസേഷൻ, മതപരമായ സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കും, വെൽഫെയർ ഓർഗനൈസേഷൻസ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ്, ഹോസ്പിറ്റൽസ്. സാധാരണ ഇതിൽ ഹോസ്പിറ്റൽ എന്താണ്, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇപ്പോഴും ഹോസ്പിറ്റൽസും ഒന്നും എന്തല്ല, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നെങ്കിലും ഇപ്പോഴും എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന കാറ്റഗറിയിലാണ് ഹോസ്പിറ്റൽസ്, സ്കൂൾസ് ഒക്കെ വരുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അവർക്കും അക്കൗണ്ട് ആവശ്യമുണ്ടോ? നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, അവർക്ക് അക്കൗണ്ട് ആവശ്യമുണ്ടോ? തീർച്ചയായും ആവശ്യമുണ്ട്. കാരണം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഒരിക്കലും ഒരു ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്? ഫോർ ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളാണ് എന്ത്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. അപ്പൊ അവയ്ക്ക് എന്തിനാണ് അക്കൗണ്ടൻസിയുടെ ആവശ്യമുണ്ട്? കാരണം അവർക്കും ഒരുപാട് കണക്കുകളും കാര്യങ്ങളും ഒക്കെ എന്താണ് എഴുതി ബോധിപ്പിക്കണം. അത് മാത്രമല്ല സ്റ്റാറ്റ്യൂട്ടറി നിയമപ്രകാരം തന്നെ അവർക്ക് ആ കണക്കുകൾ ഗവൺമെന്റിനെയോ മറ്റ് അതോറിറ്റീസിനെയൊക്കെ സാധാരണഗതിയിൽ ഒരു ബിസിനസ് നടത്തുന്നത്
ബിസിനസ് മാൻ ആയിരിക്കും. പക്ഷെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് എപ്പോഴും എന്തായിരിക്കും, ഒരു ട്രസ്റ്റ് ആയിരിക്കും കൊണ്ടുനടക്കുക. അപ്പൊ ആ ട്രസ്റ്റിന്റെ ഉത്തരവാദിത്തം ആർക്കാണോ അവരായിരിക്കും എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കണക്കും കാര്യങ്ങളൊക്കെ എഴുതി ബോധിപ്പിക്കണം എന്നുള്ളത് നിയമപ്രകാരം ആവശ്യമായതുകൊണ്ട് തന്നെ ഇത്തരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലും എന്താവശ്യമാണ്, അക്കൗണ്ടൻസി ആവശ്യം. അതാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. നോൺ പ്രോഫിറ്റ് അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അഥവാ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്നും പറയും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ബിസിനസ്, നിങ്ങൾ സ്വാഭാവികമായിട്ട് ആലോചിക്കും ട്രേഡിംഗ് ആക്ടിവിറ്റീസും ബിസിനസ് ആക്ടിവിറ്റീസും ഒന്നും ഇല്ല, അപ്പൊ എന്തായിരിക്കും? ശരിയാണ്, കാരണം ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് വരുമാനം ലഭിക്കുക പറഞ്ഞാൽ അവിടെ സാധാരണ രീതിയിൽ നടക്കുന്ന പോലെ തന്നെ പർച്ചേസും സെയിൽസും ഒക്കെ നടത്തി കിട്ടുന്ന ലാഭമൊന്നുമല്ല. അവർക്ക് കിട്ടുന്ന പറഞ്ഞാൽ പലതരത്തിലുള്ള ഗ്രാന്റുകൾ ഉണ്ടാവും, ഗവൺമെന്റിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും, അവർക്ക് കിട്ടുന്ന വലിയ സംഖ്യകൾ സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻസ്, ഇതൊക്കെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ പ്രധാനപ്പെട്ട വരുമാനങ്ങൾ. ഇതെങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് കൃത്യമായി ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്താവശ്യമുള്ളത്, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ ഇത്തരത്തിലുള്ള അക്കൗണ്ടൻസിയുടെ ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മൾ നോൺ പ്രോഫിറ്റ് നിങ്ങൾ സാധാരണ രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കില്ലേ, +1 അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ജേർണൽ എൻട്രീസ് ചെയ്തിട്ടുണ്ടാവും, അത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവിടുന്ന് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, അവസാനമായിട്ട് എന്താണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അഥവാ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ പിന്തുടരുന്ന രീതി എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ, നിങ്ങൾ മറ്റ് അക്കൗണ്ട്സിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നതെങ്കിലും അത് ചില വ്യത്യസ്തമായ പേരുകളിലാണ് അറിയപ്പെടുന്നത്. 3 തരം സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ് ആണ് എവിടെ കീപ്പ് ചെയ്യുന്നത്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കീപ്പ് ചെയ്യുന്നത്. അത് 3 ഏതൊക്കെയാണത്? ഒന്ന് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, ഒന്നെന്താണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. രണ്ടാമത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. മൂന്നാമത്തത് നമുക്ക് പരിചിതമായ ബാലൻസ് ഷീറ്റ്. അപ്പൊ ഈ 3 കാര്യങ്ങളും എന്താണ്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തിനെ കുറിച്ചാണ്, റെസീപ്റ്റ്സിനെയും പേയ്മെന്റ്സിനെയും റെക്കോർഡ് ചെയ്യണം. രണ്ടാമത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇൻകവും എക്സ്പെൻഡിച്ചറും രേഖപ്പെടുത്താൻ. മൂന്നാമത്തത് നമുക്കറിയാം ബാലൻസ് ഷീറ്റ്, അതായത് ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഏത് അക്കൗണ്ടിങ് പ്രോസസ്സിന്റെയും ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റ് ആണ്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ അക്കൗണ്ട്സ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ അക്കൗണ്ട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ 3 ബുക്കുകൾ ഏതൊക്കെയാണ്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരിക്കും ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ എന്താണ് ഈ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എങ്ങനെ ചെയ്യും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ ചെയ്യും, ബാലൻസ് ഷീറ്റ് എങ്ങനെ ചെയ്യുന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം COVID-19 എന്ന് പറഞ്ഞൊരു മഹാമാരി നമ്മളെയൊക്കെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ വീടുകളിലിരുന്ന് പഠന കാര്യങ്ങളിലും പഠനേതര കാര്യങ്ങളിലും ഒക്കെ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടിരിക്കണം. ഓക്കെ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. Goodbye.